എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകുന്നതയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗൗതത്തോട് പിങ്കി പിടിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദുമോനെ ഗൗരിമോളെ കാണാനില്ലെന്നുള്ള സത്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗൗതത്തിന്. പിന്നീട് ഗൗതം എന്ത് ചെയ്യണം, നന്ദേ പിങ്കി നിൽക്കുന്നിടത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗേം ചോദിച്ചു എപ്പോഴാണ് കാണാതെ പോയത് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി കാര്യങ്ങളൊക്കെ പറയാണ്. മുമ്പ് നന്ദുമോനും ഗൗരിമോളും കൂടി ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കുള്ള പേരൻസിനെ അന്വേഷിച്ച് ഇറങ്ങാനായിട്ട് അങ്ങനെ അവരിന്ന് പോയതാന്ന് തോന്നിയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗൗതത്തിനോട് സഹിച്ചില്ല. ഹല്ലക്കത്തിന് ഏത് സമയത്താണ് എന്താണോ ഇവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത്. ആ സമയത്ത് ഞാൻ ശപിച്ചു പോവാ. മുമ്പ് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോനെ എനിക്ക് നഷ്ടമായി. അതൊരു സ്ത്രീ കാരണം. ഇപ്പം അതേ സ്ത്രീ കാരണം എനിക്ക് വീണ്ടും എൻ്റെ മോനെ നഷ്ടപ്പെട്ടിരിക്കാം. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, ഗൗതം എന്ത് വർത്താനേ പറയണേ, ഇങ്ങനെയൊന്നും പറയരുത്. അതിപ്പം നന്ദയോ അല്ലെങ്കിൽ ഞാനോ കാരണമാണോ ഇങ്ങനെയൊക്കെ? അതെ, ഇവർ ഒറ്റയെടുത്തി എല്ലാത്തിനും കാരണം. ഇവള് കാരണമാണ് എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടതെന്ന് പറയാം. പിങ്കി പറഞ്ഞു, ഗൗതം ഇങ്ങനെയൊന്നും പറയല്ല. നന്ദയുടെ മോളെയും കൂടെ കാണാതായിരിക്കുക, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ഞാൻ കൂടുതലൊന്നും പറയണില്ല. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതെ എന്ത് വേണം പറഞ്ഞോട്ടെ, പിങ്കി അതിനകത്ത് ഇടപെടാൻ പോകണ്ട. അല്ലെങ്കിലും പണ്ടും ഇങ്ങനെയായിരുന്നല്ലോ, എന്നെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനായിരുന്നല്ലോ ഗൗതം സാറിന് താല്പര്യം. ഇപ്പോഴും അത് തന്നെ, അതിനൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയാം. എനിക്കൊരു കൂടുതലൊന്നും പറയല്ല. എനിക്ക് എൻ്റെ മോളെ അതോടൊപ്പം തന്നെ നന്ദുമോനെ കണ്ടെത്തണം. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയാണ് അന്വേഷിച്ചാളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് നടക്കുവാണ്. പിന്നീട് പിങ്കി പറഞ്ഞു, നന്ദ നിൽക്കുക, ഞങ്ങളോട് കൂടെ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവരും കൂടെ പോവാണ്. ഈ സമയം നന്ദുമോനും ഗൗരിമോളും കൂടെ പോവാണ്. കാരണം കയ്യിൽ വലിയ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിട്ട് എന്ത് ചെയ്യണം, വഴി കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കയ്യിൽ ഇത് വെച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയെ അറിയോ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ സമയം ഒരു നിമിഷം എല്ലാവരും അത്ഭുതത്തോട് കൂടി അവർ നോക്കുന്നത്. പിന്നീട് ഉത്സവം നടക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ കുറേ ആൾക്കാർ പൊങ്കാലയൊക്കെ ഇട്ടുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ പൊങ്കാല ഇരുന്ന ആൾക്കാരുടെ നടുവിൽ കൂടെയാണ് നന്ദുമോനും ഗൗരിമോളും അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ചെന്നിട്ടും ആരും ഇത് അത്ര ഇതായിട്ട് കാര്യമായിട്ട് എടുക്കണില്ല. 2 കുട്ടികൾ ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ച് നടന്നു പോകുന്നു. അവർ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുവാണല്ലോ. ഈ സമയം നന്ദുവൻ പറഞ്ഞു, എത്ര സമയം നമ്മൾ നടക്കണേ, പക്ഷെ ഇതിനായിട്ടും കണ്ടെത്താൻ പറ്റിയില്ലോ എന്ന് പറയണം. ഗൗരിയോട് സമാധാനപ്പെട്, നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂടാ, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക, നമുക്ക് നോക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവരങ്ങൾ നടന്നു പോവാണ്. ഈ സമയത്ത് അവിടെ മാറി ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ സമയമായിട്ട് ഇവരെ ശ്രദ്ധിക്കുമായിരുന്നു. കൊള്ളാലോ ഈ കുട്ടികൾ. അങ്ങനെ ആ ബോർഡും പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് നന്ദു പറഞ്ഞു, അതെ ഞാൻ എൻ്റെ പേരൻസിനെ അന്വേഷിച്ച് ഇറങ്ങിയതാന്ന് പറയാം. പേരൻസിനെയോ? അതെ, എൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മേനെ അന്വേഷിച്ച് ഇറങ്ങിയതാന്ന് പറയണം. ഇത് കേട്ടതും അവരുടെ മനസ്സിൽ ലഡുപൊട്ടി. അവർ പതുക്കെ പറഞ്ഞു, ആണോ, അന്നെങ്കിൽ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ഇത് കേട്ടും ഗൗരി ചോദിച്ചു, അല്ല ആൻറ്റിക്ക് അറിയാവോ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആരാന്ന്? അറിയാം, എനിക്കറിയാം, നിങ്ങൾ വരാൻ പറയാണ്. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറിയിട്ട് ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ട് വന്നു നിന്നു. പിന്നീട് വണ്ടിക്കകത്തേക്ക് ഇവരെ കയറ്റുവാണ്. നിങ്ങൾ കയറ്, അച്ഛൻ്റെ അമ്മയടുത്തേക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പിടിച്ചു കയറ്റി. ഈ സമയം കുട്ടികൾക്ക് അറിയത്തില്ല. കുട്ടികളുടെ വിചാരം എന്താ, ശരിക്കും പറഞ്ഞാൽ നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇതിലേക്കാണ് കൊണ്ടുവന്നതെന്ന്. പക്ഷെ ആ സമയത്തും ഗൗരിക്ക് സംശയമായിരുന്നു. അല്ല ഞങ്ങൾ എന്തിനാ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോണേ, അതൊക്കെയുണ്ട്, അവരുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ, അതെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് കുറച്ച് ദൂരം ഉണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ അവരങ്ങോട്ട് കയറി. ഈ സമയം നന്ദുമോന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നന്ദുവൻ പറഞ്ഞു, ഗൗരി പ്രശ്നം ആവുമോ? ഏയ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. ആ സമയം ഉത്സവം നടക്കുന്ന അങ്ങോട്ടേക്ക് പിങ്കിയും ഗൗതമും നന്ദയും കൂടെ വരുവാണ്. അങ്ങനെ അവരെല്ലാം അന്വേഷിച്ച് നടന്നു. ചിലരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, 2 കുട്ടികൾ കുറച്ചും അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയണം. ഒരു പ്ലക്കാർഡും പിടിച്ചിട്ടുണ്ട്, അത് തന്നെയെന്ന് പറയണം. അവർ ഇടയിലെല്ലാം നോക്കി ചോദിക്കുന്നവരെല്ലാം കുറച്ച് മുമ്പ് ഇവിടെ കണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം അവരെങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ല. ഈ സമയം പിങ്കിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദ പറഞ്ഞ് സമാധാനിക്കുക, അവരധികം ദൂരമൊന്നും പോകാൻ വഴിയില്ലെന്ന് പറയണം. പിന്നീട് ഗൗതം എന്ത് ചെയ്യണം, പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് അപ്പം തന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൗതത്തിന് ആ വിവരം കിട്ടുന്നത്. ഓട്ടോക്കാരൻ്റെ ഓട്ടോ കയറിയ കാര്യം, പിന്നീട് അവരെ ഇറങ്ങിപ്പോയ കാര്യമൊക്കെ കൺട്രോൾ റൂമിലേക്ക് വിവരം കിട്ടിയപ്പോൾ അങ്ങനെ അറിയുവാണ്. 2 കുട്ടികൾ ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ടായിരുന്നു. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോയ കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ വഴിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വിടുകയാണ്. അവിടെ ചെന്ന് അവിടെ എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ഇല്ല. ഈ സമയം ഗൗരിക്ക് വണ്ടിയിലിരുന്നപ്പോൾ ഭയങ്കര ടെൻഷൻ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. നന്ദുവിനോട് പറഞ്ഞു, ഇനി വല്ല നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണോ എന്നൊരു സംശയം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ
പിന്നീട് ഗൗരി പറഞ്ഞു, അതെ ഞങ്ങളിവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയണം. ഇത് കേട്ടത് ഒരു പറഞ്ഞു, അതെ ഇറക്കി വിടാനൊന്നും പറ്റില്ല, നിങ്ങളല്ലേ പറഞ്ഞേ അച്ഛനും അമ്മയും കാണണമെന്ന്, കൊണ്ട് കാണിച്ചു തരാമെന്ന് പറയണം. വേണ്ട ഞങ്ങളിവിടെ ഇറക്കി വിട്ടാൽ മതി നന്ദുവും പറയണം. മിണ്ടായിരുന്നോണം അവിടെ, ഇതേ മിണ്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്നേ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞോട്ട് അവർ കിടന്ന് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ഗൗരിക്ക് മനസ്സിലായി അപകടമാണെന്നുള്ള കാര്യം. ഗൗരി എന്ത് ചെയ്യുവാണ്, പതുക്കെ നന്ദുവോട് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി ഇവർക്ക് രക്ഷയില്ല എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഓടുകയാണ്. ഈ സമയം അവർ ആ സ്ത്രീ അവരെ പിടിക്കാണ്ട് പുറകെ ഓടി, പക്ഷെ കിട്ടിയില്ല, ഇവരുടെ ഒരു ഓടി. അപ്പോഴേക്കും കൂടെയുള്ള ചെറുപ്പക്കാർ പറഞ്ഞു, പോയി പിടിക്കടാ അവരെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറകെ ഓടി വരികയാണ്. ഒന്നാമത്തെ കാര്യം നന്ദുവിന് കാലുമേല, എത്ര ദൂരം ഓടാൻ പറ്റും, പക്ഷെ ആ സമയത്ത് നന്ദു കാലുമേല എന്നുള്ള കാര്യമൊക്കെ കൂടെ മറന്നുപോയി. മനസ്സിന്റെ ബലമല്ലേ ഏറ്റവും വലിയ ബലം. ഗൗരി നന്ദുനോട് പറഞ്ഞു, സ്പീഡിൽ ഓടിക്കോളാൻ പറയാണ്, കാരണം ആൾക്കാർ അധികം ഇല്ലാത്ത സ്ഥലമായിരുന്നു. അങ്ങനെ അവരും കൂടെ ഓടുമ്പത്തിന് അവന്മാർ പുറകെ വരുവാണ്. ആ സമയം പിങ്കിയും നന്ദി അവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ അവിടെ മടുത്തിരിക്കുകയാണ്. എങ്ങോട്ട് പോയി അന്വേഷിക്കണം നടത്തില്ല. അവസാനം ഗൗതം വന്നിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാം അന്വേഷിച്ചു, ഒരിടത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെന്ന് പറയാം. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്നൊക്കെ പറഞ്ഞ് പിങ്കി കരയാനും തുടങ്ങി. നന്ദയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. രണ്ടുപേരും രണ്ടമ്മമാരും തുല്യ ദുഃഖിതരാ, രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗൗതം പിന്നീട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷേങ്കിൽ പിങ്കിനെ കൂടെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, ഗൗതം ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ പറഞ്ഞാൽ മതി, ഞാൻ അപ്പോഴേ പറഞ്ഞാൽ നിന്നോട് കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന്, അപ്പോൾ അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. ഈ സമയം കുഞ്ഞുങ്ങൾ ഓടിയ പുറകെ എന്ത് ചെയ്യണം, അവർ പുറകെ വരുവാണ്. അവർ പുറകെ വന്ന് ഗൗരിനെ പിടിക്കുവാണ്. ഗൗരിയെ പിടിച്ചെടുത്തോണ്ട് ഒരുത്തനം കൂടെ ഓടുന്ന സമയത്ത് നന്ദു വിട്ടില്ല. നന്ദു പുറകെ നിൽക്കവിടെ, അവളെ വിട്ടിട്ട് പോകാൻ പറയാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, അവന്മാരങ്ങോട്ട് പിടിച്ചോണ്ട് വണ്ടിയിലേക്ക് കയറ്റി. ഈ സമയം നന്ദു വല്ലാതെ പ്രാളപ്പെട്ട പുറകെ ഓടുവാണ്. നന്ദുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിൻ്റെ കാലും എടുത്തു. അവർ വണ്ടിയെ കയറി ഗൗരിമോളെയും കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗൗതമും പിങ്കിയും ഒക്കെ വരണേ. അവർ നന്ദു അന്വേഷിച്ച് വരുന്നതാണ്. അങ്ങനെ വന്നിപ്പം നന്ദു അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നന്ദുവിനോടൊന്ന് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഗൗരിമോളെ പിടിച്ചോണ്ട് പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം നന്ദയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. നന്ദ അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കാരണം ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മഞ്ജുള. അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കൂടി, നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും, നിന്നെ ഞാൻ ഇല്ലാതാക്കുന്നു. ഒരു പക്ഷേ ഇനി അവരുടെ ആൾക്കാരാണോ വന്ന് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്, അതിനി വേറെ പിള്ളേർപ്പിടുത്തക്കാരോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. പിങ്കി പറഞ്ഞു, എന്തിനാ നന്ദുമോനെ നീ ഇത് കാണിച്ചേ, എന്തിനു വേണ്ടാന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ എൻ്റെ അച്ഛനെയും അമ്മേനെ അന്വേഷിച്ചിറങ്ങിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, നിന്റെ അച്ഛനെയും അമ്മയെ എന്നിട്ടിപ്പോൾ എന്തിയേ എന്നൊക്കെ വെച്ച് ഗൗതം ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പിങ്കി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ്. കാരണം നന്ദുമോനും ആകെപ്പാടെ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു ഗൗരീനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും. ഈ സമയം നന്ദ പറഞ്ഞു, എനിക്ക് പോണം, എവിടെയാണെങ്കിലും എൻ്റെ മോളെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. പിന്നീട് നന്ദുവിനോട് ഗൗതം എങ്ങനെയിരിക്കും, അവരെ കണ്ടാൽ എങ്ങനെയിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഏകദേശം ഒരു രൂപമൊക്കെ നന്ദുവിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ വണ്ടിയാലും അവർ വന്നേ, നിങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ച എന്നെ വണ്ടിയിലാകാമെന്ന് ചോദിക്കുകയാണ്. വണ്ടിയുടെ കളറും കാര്യങ്ങളെല്ലാം പറയണം. പെട്ടെന്ന് തന്നെ ഗൗതം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് വണ്ടിയുടെ കളറും കാര്യങ്ങളും ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിമോളെ കണ്ടെത്തണം, അവൾക്ക് വല്ല അപകടം സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ സംഘമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ആരാണ് എന്താന്നുള്ള അന്വേഷണത്തിന് ഒടുവിൽ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണ്. അധികം വൈകാതെ തന്നെ ഇനി ഗൗരിമോളെ കണ്ടെത്തും. പക്ഷേ ആ സമയത്ത് ഗൗതം പിങ്കിയൊക്കെ ഒരു കാര്യം തീരുമാനിക്കും, ശരിക്കുള്ള അച്ഛനും അമ്മയും ആരാ നന്ദുവിൻ്റെ. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മേനെ കണ്ടെത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാന്നുള്ള സത്യം കണ്ടെത്താനായിട്ട് ഗൗതം ഇറങ്ങി പുറപ്പെടും. അവസാനം ആ മടത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതിപ്പം നാളെ നടത്തുന്നൊന്നുമില്ല. ഇനിയിപ്പം ഗൗരിമോളെ കണ്ടെത്തിയതിന് ശേഷം മാത്രമോ, ഇനി തട്ടിക്കൊണ്ടുപോയവരുടെ ഉദ്ദേശം എന്താ, പണമാണോ അതോ ഇനിയിപ്പം നന്ദയാണോ അവരുടെ ലക്ഷ്യമെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും ഗൗതം ഇറങ്ങിത്തിരിക്കും ഗൗരിമോളെ രക്ഷിക്കാണ്ട്. സ്വന്തം മോളാന്ന് ഗൗതത്തിന് അറിയത്തില്ല, പക്ഷെ അതൊന്നും അറിയത്തില്ലാതെ ഗൗതം ഇറങ്ങിത്തിരിക്കുന്നേ. പക്ഷെ ഗൗരിമോളെ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്.